ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതൊരു സെക്കൻഡ് ഡേയുടെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറക്കമൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ എഴുന്നേറ്റ് നല്ല തണുപ്പുണ്ട് രാവിലെ ഇവിടെ തന്നെ. ഇന്നലെ നമ്മൾ എവിടെയാണോ പോയത്? ആദിയോഗിയിൽ പോയി. ഇവിടെ ഒരു ആദിയോഗിയുടെ ഒരു സെയിം സംഭവം ഉണ്ട്. എടാ അവക്കാടോ ഗൈസ്, അവക്കാടോ ഗൈസ്, നാട്ടിൽ നിന്നൊക്കെ എന്തോരം വിലയാ. ഈ അവക്കാടൊന്നും നമ്മൾ ഇന്നലെ കണ്ടില്ല ഗൈസ്. ഇന്നലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായി. കാര്യം ഇന്നലെ കൊച്ചിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും 11:15 ആയി. അവിടുന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ 11:45 12 മണിയായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന് കിടന്നൊക്കെ ഉറങ്ങി ലേറ്റായിപ്പോയി. അപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡേയിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ടോ പോവുകയാണ്. ബബ്ബു കൊച്ചിന് എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കറിയാം. ആദ്യമേ എനിക്കൊന്ന് ഹോസ്റ്റലിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ പോകുകയാണ് ചേച്ചിയുടെ. അവിടെ പോയിട്ടാണ് നമ്മൾ എവിടെയൊക്കെയോ പോകുന്നുണ്ട്. കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ പവി ചേച്ചിയുടെ കോളേജ്. ഗൈസ്, നമ്മളിപ്പോൾ ഈ വിലക്കുറവിന് സാധനമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് എത്തിയില്ലേടെ ജയനഗർ 4th സ്ട്രീറ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കാണിച്ചേ. ഒരു ചോക്ലേറ്റും വേണം. സോ ഗൈസ്, അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ 3rd ഡേയുടെ ഇൻട്രോ എടുത്തില്ലെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ 2nd ഡേയും 3rd ഡേയും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. കാര്യം കുറച്ച് വീഡിയോസ് മാത്രമേ 2nd ഡേയിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 2nd ഡേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി 3rd ഡേയുടെ ഇൻട്രോ ആണ് ഗൈസ്. അപ്പം 3rd ഡേ നിങ്ങൾ കണ്ടിട്ട് വരൂ ഗൈസ്. ഭാവി ഇവിടുന്ന് നേരെ കോളേജിലോട്ട് പോവുകയാണ് ഊബർ വിളിച്ചിട്ട്. സോ ഗായ്സ്, അപ്പം പവി കോളേജിലോട്ട് കൊണ്ടാക്കാനായിട്ട് വല്യമ്മയും കുഞ്ഞയും കൂടെ പോയിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ വിളിക്കാനായിട്ട് കൊച്ചൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ലാസ്റ്റ് ഡേ ആണ് ഗൈസ്, ബാംഗ്ലൂരിലെ ലാസ്റ്റ് ഡേ. സോ ഗായ്സ്, ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഇന്ന് പോണ്ട നിനക്ക്? ഇന്ന് കോമ്പറ്റീഷൻ പോണം. ഗൈസ്, ഇത് എന്തോ ബാംഗ്ലൂർ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. ഇതെന്താ? ഇഡലി ഫ്രൈ ചെയ്തത്. അത് ഇഡലി ഫ്രൈ ചെയ്തത്. ഇതെന്തോ ആണ്? വാട്ട്സ് ദിസ്? കേട്ടല്ലോ. चीज प्लेन വാട്ട് ഈസ് ദിസ്? ഇതെന്തുവാ? ഗീ മസാല ദോശ. എന്റെ ഫുഡ് ഇതുവരെ വന്നില്ല. എന്റെ ഫുഡ് മാത്രം വന്നില്ല ഗൈസ്. ബാക്കി എല്ലാവരും കഴിച്ചു തുടങ്ങിയില്ല. ഹോട്ടലുകാർക്ക് വരെ മനസ്സിലായി. അമ്മ ഡീസന്റ് കളിക്കുന്നടേ. ഞാൻ പ്രകാശനാണ്.
ഗൈസ് ഐ ഫൈനലി ഗോട്ട് മൈ ചീസി. നെക്സ്റ്റ് ഐറ്റം വന്നു ഗൈസ്. लाल कर चिरचिरते मुझे ना ये बता സോ ഗൈസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു, സോറി റൂമല്ല വീട് വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് തന്നെ വീണ്ടും നമ്മൾ കൊച്ചൻ്റെ വീട്ടിലോട്ട് വരിക. ഇല്ല സോ ഗായ്സ് നമ്മളപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് കുഞ്ഞയുടെ ചേച്ചിയാണ്. അപ്പം ബാബു കൊച്ചനും സോനുവും കൂടെ, സോനുവിനൊരു കോമ്പറ്റീഷൻ ഉണ്ട് കരാട്ടയുടെ, അപ്പം അതിന് പോയിരിക്കുകയാണ് അല്ലേ? ജസ്റ്റ് സേ സംതിങ് അബൌട്ട് us. I don't know. നമ്മള് ബാംഗ്ലൂരിലൊരു മലയാളി റെസ്റ്റോറൻറ്റ് അവിടെ കഴിക്കാൻ വന്ന ഗൈസ്. അതേ കണക്ക് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കും. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ഓൺലൈൻ വഴി ഉണ്ടല്ലേ. ഗൈസ് നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് നിൽക്കുക. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഊബറും കാര്യങ്ങളൊക്കെ കിട്ടി. ആദ്യം ഊബറിനകത്തോടെ തുറക്കുന്നത് ഗൈസ് കാണിച്ചു തരാം. ഫൈനലി നമ്മൾ നമ്മുടെ കൊല്ലത്തെത്തി. കൊല്ലത്തൊക്കെ ഭയങ്കര മഴയാണ്. ഇവിടെയൊക്കെ നല്ല ക്ലൗഡായിട്ട് കിടക്കുന്നത്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി. ഗായ്സ് ഫൈനലി നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഗായ്സ്. സോ ഗായ്സ് അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. നാട്ടിലെത്തി നമ്മൾ. നമ്മുടെ ബാംഗ്ലൂർ എക്സ്പീരിയൻസ് വേറെ എന്തെങ്കിലും പറയട്ടെ, ഇങ്ങനെ നിൽക്കാതെ അതെന്ത് ശബ്ദം കേൾക്കുന്നു. ആ പറ. നല്ലതായിരുന്നു, നല്ല യാത്രയായിരുന്നു, നല്ല സ്ഥലങ്ങളായിരുന്നു, നല്ല 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 അനുഭവങ്ങളായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയത് ഇന്നലെ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ഫുഡ് കിട്ടിയത് ഇന്നലെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവരുടെ ആ ഒരു സ്റ്റൈൽ ഫുഡ് അമ്മയ്ക്ക് പിടിക്കൂല. എനിക്കിന്നെ കുഴപ്പമില്ല. എനിക്കിന്നെ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും വലിയ വിഷയമൊന്നുമില്ല. എനിക്ക് ഏത് ഫുഡാണെങ്കിലും വിശപ്പിന് തിന്നാൽ മതി. പിന്നെ അമ്മയ്ക്ക് ഇന്നലെയാണ് ഫുഡ് ഒന്ന് പിടിച്ചത്. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ നാട്ടിലിവിടെ കൊല്ലത്തെത്തിയപ്പോൾ എത്ര മണിയായി? 7:30. കൊല്ലത്തെത്തിയപ്പോൾ 7:30. പകുതിക്ക് വെച്ചിട്ട് തൃശ്ശൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കോഴിക്കോട് പോകാനായിട്ട്. പിന്നെ വാച്ചി ബസ്സിനകത്ത് പോയി. പിന്നെ നമ്മൾ ഇവിടെ എത്തി. സത്യം പറഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നേരത്തെ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്, പക്ഷേ ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ കൊച്ചച്ഛനെയൊക്കെ കാണാൻ പറ്റി. സോനു, കുഞ്ഞയുടെ ചേച്ചി അല്ലേ, പിന്നെ നമ്മുടെ അവർക്ക് ഞങ്ങൾ ഒത്തിരി ഇഷ്ടമായി. ഇവിടെ നമ്മൾ വെക്കേഷന് അവരിവിടെയും വന്ന് താമസിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ താമസിക്കുന്നത്. അന്ന് പിന്നെ നമ്മൾ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം താമസിക്കാറുണ്ട്. പിന്നെ അവിടെ നമ്മുടെ കൊച്ചച്ഛൻ്റെ വണ്ടി ഓടിക്കുന്ന ഒരു അങ്കിള് അല്ലേ, അങ്കിളും ഭയങ്കര പാവമായിരുന്നു. അതെ, നല്ല മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫ് നമ്മളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അല്ലേ മാ? അന്നൊരു ദിവസം എല്ലായിടും കൊണ്ടുപോയി. പിറ്റേന്ന് നമ്മൾ തന്നെ പറഞ്ഞത് വേണ്ട ഇനി അവർ നമുക്ക് വേണ്ടിയിട്ട് ഇത്തിരി സമയം കളയണ്ടല്ലോ. അവർക്കും അവരുടേതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസ് ഉണ്ട് പുള്ളിക്കാരന്. അപ്പം സോ ഗൈസ്, അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. അപ്പം ഇനിയും നമ്മൾ കുറേ പുതിയ വീഡിയോസുകളായിട്ട് തിരിച്ചെത്താം. ഓണം സെലിബ്രേഷൻസൊക്കെ വരുന്നുണ്ട്. സോ
എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ.